ഈ കാണുന്ന മുതലിനെ കണ്ടങ്ങൾ എൻ്റെ മോനെ വല്ലാത്തൊരു ജാതി അല്ലേ. നമ്മൾക്ക് ഇവൻ്റെ വീഡിയോ കാണാറുണ്ട് അല്ലേ. ഈ സഹോദരനോട് 2 ദിവസങ്ങൾക്ക് മുമ്പ് വല്ലാത്തൊരു വിഷമം തോന്നി. ഒരു വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. പക്ഷേ എന്നാണ്ടല്ലോ ഇപ്പോൾ വലിയ സന്തോഷം തോന്നും അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. കാരണം എന്താ പറയുക, അതിന് കാരണം ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഞാൻ വല്ലാത്ത തീയതിയായിരിക്കുകയാണ്. ഞാൻ റഹ്മത്തുള്ള കാസിമിയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു വേൾഡ് കപ്പിൻ്റെ. ഞാൻ അദ്ദേഹത്തിന് ഒരിക്കലും അധിക്ഷേപിച്ചിട്ടല്ല വീഡിയോ ചെയ്തത്, ഒരു തമാശ രീതിയിലാണ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് കമൻറ്റ് പറയും, വീട്ടുകാരെ തെരുവിളിക്കലും ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ എനിക്കത് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് തന്നെ ആ ഒരു വീഡിയോ ചെയ്തത്. പക്ഷേ ഞാൻ അതിൽ ഉപയോഗിച്ച വാക്കുകൾ കുറച്ച് കടന്നുപോയി, വർഗീയവൽക്കരിക്കുന്ന പോലത്തെ വാക്കുകളായി. അങ്ങനെയാണ് നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് ഒക്കെ റിയാക്ഷൻ ചെയ്തൊരു വീഡിയോ ഇട്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അത്രയും ഞാൻ ചിന്തിച്ചില്ല. ഞാനെല്ലാം തമാശ എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളത്. പല തമാശകളും അതിൽ കടന്നു പോകുന്നുണ്ടായി. ഞാൻ റഹ്മത്തുള്ള കാസിമീനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട്, മോനേത് സോഷ്യലല്ലേ, ഞാനും ആ തമാശ രീതിയിൽ തന്നെയാണ് അത് എടുത്തേക്കുന്നത്, മോൻ ടെൻഷൻ ഒന്നും ആവേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് ഞാൻ പൊരുത്തപ്പിടിച്ചു. ഒരു പണ്ഡിതൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണത് കേട്ടോ. കാരണം ഉസ്താദിനെ വിളിച്ചപ്പോൾ ഉസ്താദ് എന്താ പറഞ്ഞത്, സോഷ്യൽ മീഡിയ അല്ലേ മോനെ, കുഴപ്പമില്ല, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന്. അപ്പോൾ ഞാൻ ആ ഒരു പിന്നീട് ഞാൻ ചെയ്ത ആ ഒരു വീഡിയോ അതിൽ ഞാൻ പറഞ്ഞത് കുറച്ച് വാക്കുകൾ ജനറലൈസ് ചെയ്ത് കൂടിപ്പോയി. അങ്ങനെയാണ് ഞാൻ അൻസാരി ഉസ്താദ് വീഡിയോ ചെയ്തപ്പോൾ ഉസ്താദിനെ വിളിക്കുകയും ഉസ്താദിനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഉസ്താദ് ഇങ്ങനെയാണ് എനിക്ക് കമൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഉസ്താദ് എന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടോ. ഈ മതങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ ശരിക്കും നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത്. ഞാൻ പലതും ഇപ്പോൾ തമാശ രീതിയിൽ തന്നെയാണ് ആ ഒരു വല്ലാത്ത വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾക്ക് കുറച്ചു നേരം ടെൻഷൻ ഫ്രീ ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടൊന്ന് ചിരിക്കുക എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. കുറേ നാളായി ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. മനുഷ്യനല്ലേ, തെറ്റുപറ്റിപ്പോവും. അപ്പോൾ എല്ലാവരും അതിലൊന്ന് ക്ഷമിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റാണ്, ഞാൻ അങ്ങനെ ആ രീതിയിൽ പറയാൻ പാടില്ലായിരുന്നു. മാത്രമല്ല ഞാനതിൽ ഒരു കാര്യം കൂടി പരാമർശിച്ചിരുന്നു, മുസ്ലിം തീവ്രവാദികളെ പിടിക്കപ്പെട്ടു എന്നൊക്കെ ഉള്ളത്. ശരിക്കും അങ്ങനെയൊന്നും ഞാൻ പറയാൻ പാടില്ലായിരുന്നു. ശരിക്കും അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയണമായിരുന്നു. കാരണം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, ഒരുപാട് പേരെ ഇതുപോലെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവരെ നിരപരാധികൾ എന്ന് പറഞ്ഞ് വിട്ടയക്കുന്നത്. അപ്പോൾ അവരുടെ കുടുംബം, സമയം, യൗവനം എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതിപ്പോൾ ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ സൂര്യ ഉസ്താദാണെങ്കിലും മതപണ്ഡിതന്മാരും അല്ലെങ്കിൽ മതത്തിൽ വരുന്ന കുറവുകളും കോമാളിത്തരങ്ങളും അദ്ദേഹവും വിമർശിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പല വാക്കുകളും ഞാൻ ഉപയോഗിച്ചത് അത് വേറൊരു രീതിയിലേക്ക് പോയി. ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു പിഴവുണ്ടാവില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഒരു ചെറിയൊരു തെറ്റാണ് കയ്യിൽ നിന്ന്. തെറ്റ് സംഭവിക്കും, അത് സ്വാഭാവികമാണ്. മനുഷ്യനാണോ തെറ്റ് സംഭവിക്കും, അല്ലെങ്കിൽ പിന്നെ മലക്കുകളെ മാത്രം പഠിച്ചാൽ മതിയായിരുന്നല്ലോ അള്ളാഹ്ക്ക്. മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ ഉണ്ടല്ലോ, ആ തെറ്റാണെന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ ഭാഗത്ത് നിന്ന് വന്നതൊരു തെറ്റാണ്, അതൊരു വീഴ്ചയാണ്, അത് തിരുത്തണം എന്ന് ചിന്തിക്കുന്നവിടത്ത് അള്ളാഹു വലിയ ഹിദായത്ത് കൊടുക്കും. അഹങ്കാരമില്ലാത്ത ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഉസ്താദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, പല ആളുകളും റിയാക്ഷനായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അവർ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, മറ്റവർ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കും. എന്നാൽ ആരും തന്നെ ഇത് ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ സമൂഹ മാധ്യമങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പരസ്യമായിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, പല ആളുകളും പറയുന്നില്ല എൻ്റെ ഭാഗത്തൊരു തെറ്റ് വന്നുപോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഈ ആളുടെ വീഡിയോസ് നമ്മളൊക്കെ കാണാറുണ്ട്. അപ്പോൾ വല്ലാത്ത ജാതി എന്ന് പറഞ്ഞ് ഏതൊരു വീഡിയോ ഉണ്ടെങ്കിലും അത് അദ്ദേഹം ഒരു രസകരമായ രീതിയിൽ, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ അതെന്ത് ചെയ്യും, അവതരിപ്പിക്കും. സുഹൃത്തിനോട് കൂടി ഒരു കാര്യം ഞാൻ ഉണർത്തട്ടെ, നിങ്ങളുടെ കമൻറ്റുകൾ ആരും നിങ്ങളെ ബാഡായിട്ട് പറയാറില്ല, എല്ലാവരും നിങ്ങളുടെ തമാശ എൻജോയ് ചെയ്യാറുണ്ട്. ആ സ്ഥാനത്ത് നിങ്ങളുടെ സംസാരം ഒരു ചെറിയ രീതിയിലൊന്ന് മാറിപ്പോയപ്പോൾ നിങ്ങളെ വാനോളം പുകഴ്ത്തിയിരുന്ന, നിങ്ങളുടെ വീഡിയോക്ക് വേണ്ടി കാത്തിരുന്ന എത്ര ആളുകളാണ് നിങ്ങളെ തെറി പറയാനും മോശം പറയാനും മോശമായി ചിത്രീകരിക്കാനും നിങ്ങളുടെ മോശപ്പെട്ട ആ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ശ്രമിച്ചത്. അത് നമ്മളുടെ ഒരു മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്. ഉയർത്താനും കഴിയും, എന്നാൽ താഴ്ത്താനും കഴിയും. അതാണ് മനുഷ്യരുടെ പ്രത്യേകത. അതുകൊണ്ട് ഈ സുഹൃത്തിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, ഇനി ആ സുഹൃത്തിനെ ആരും സോഷ്യൽ മീഡിയ വഴി വേട്ടയാടരുത്. കാരണം അദ്ദേഹത്തിന് ചെയ്ത തെറ്റ് മനസ്സിലായി അദ്ദേഹം അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന് ആരും എന്ത് ചെയ്യരുത്, ട്രോളാനോ തെറി പറയാനോ പാടില്ല. കാരണം അത് വലിയ വേദനയാണ്. നോക്കൂ നിങ്ങൾ, ഇബ്ലീസ് ആരായിരുന്നു?
സ്വർഗത്തിലുണ്ടായിരുന്ന ആളാണ് ഇബ്ലീസ് അല്ലേ, മലക്കുകളുടെ ഉസ്താദാണ് ഇബ്ലീസ്. ആ ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകാണ്ടായ കാരണം എന്താ? വെറും അഹങ്കാരം മാത്രം. തീ കൊണ്ടുണ്ടാക്കിയ ഞാൻ എന്തിനു വെറും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആദമിന് സുജൂദ് ചെയ്യണം എന്നല്ലേ ഇബ്ലീസ് ചോദിച്ചത്? അത് അഹങ്കാരമാണ്. ആ അഹങ്കാരം ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്ഥാനമാനങ്ങൾ ഓരോന്നായി നശിക്കും. ഈ പൊന്നുമോൻ അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം അത് തിരിച്ച് ഉസ്താദുമാർക്ക് വിളിച്ച് അവരോട് പറയണം, ഉസ്താദ് എൻ്റെ അടുത്ത് വന്നു പോയ തെറ്റാണ്, പൊറുക്കണം, ക്ഷമിക്കണം. അതിലുപരി ഇനി എന്താ വേണ്ടത്? അദ്ദേഹത്തിൻ്റെ വീഡിയോ, അദ്ദേഹം പടുത്തുയർത്തിയ ആ ഒരു ഇമേജിന് കോട്ടം സംഭവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് മാത്രമാണോ അദ്ദേഹം അത് തിരുത്തിയത്? അല്ല, അദ്ദേഹത്തിന് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം വിളിച്ച് തിരുത്തിയത്. ഇനി ആരും അതിനെക്കുറിച്ച് പറയരുത്. ദയവ് ചെയ്ത് തെറ്റ് മനസ്സിലാക്കി അത് തെറ്റാണെന്ന് അറിഞ്ഞത് തിരുത്താൻ അദ്ദേഹം കാണിച്ച ആ ഒരു മനസ്സിന് നമ്മൾ 100% നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഇതുപോലത്തെ ഒരു മനസ്സ് അള്ളാഹു നമുക്ക് തരട്ടെ. അഹങ്കാരമില്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും. മുമ്പ് എപ്പോഴെങ്കിലും തെറ്റ് ചെയ്തു എന്ന് കരുതി അദ്ദേഹം റബ്ബിൻ്റെ അടുത്ത് എത്ര കണ്ട് സ്വീകാര്യവാനാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെ കണ്ണിൽ അദ്ദേഹം തെറ്റുകാരനായിരിക്കും. പക്ഷെ അള്ളാഹിൻ്റെ മുന്നിൽ അദ്ദേഹം ഖേദിച്ചു മടങ്ങിയിട്ടുണ്ടെങ്കിൽ, തെറ്റ് പറഞ്ഞ് ഖേദിച്ചു മടങ്ങി തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അവനെ സ്വീകരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവനെ എന്ന് ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരെയും. തെറ്റ് ചെയ്ത ആരൊക്കെയുണ്ടോ അവർ അള്ളാഹുവിനോട് പശ്ചാത്താപം ചെയ്ത് അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങി അവൻ നല്ല വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയ അള്ളാഹു ഓനെ ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? ഇല്ല. പക്ഷേ അള്ളാഹു ഓനെ ഏറ്റെടുത്താലും ഓനെ വിടാതെ പിന്തുടരുന്ന മനുഷ്യവർഗങ്ങളിൽപ്പെട്ട ചില വൃത്തികെട്ട മനുഷ്യരുണ്ട്. മുമ്പ് എപ്പോഴോ ചെയ്തു പോയ തെറ്റ് അതിങ്ങനെ വ്രണപ്പെടുത്തുന്നത് പോലെ, ഓർമ്മകൾ ഇങ്ങനെ വ്രണപ്പെടുത്തുന്നത് പോലെ വീണ്ടും വീണ്ടും അതിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്ന ചില മനുഷ്യരുണ്ട്. 10 കൊല്ലം നന്മ ചെയ്താലും 11ാമത്തെ ഒരു കൊല്ലം അവന് തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ 10 കൊല്ലം ചെയ്ത നന്മയും വേസ്റ്റാണ്. പിന്നെ അവൻ എത്ര നന്നായാലും ആ നന്മ ആർക്കും വേണ്ട. നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ തമ്മാടിത്തരം ചെയ്ത് നടന്ന, ഏറ്റവും കൂടുതൽ ഇസ്ലാമിന് എതിരെ പറഞ്ഞു നടന്ന, മുഹമ്മദ് നബിയുടെ തല അറുക്കണമെന്ന് വാശി പിടിച്ച് നടന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇന്ന് എവിടെ കടന്നുറങ്ങണത്? മുത്തുനബിൻ്റെ ചാരത്താ കടന്നുറങ്ങണത് അല്ലേ? റസൂലുള്ളാഹിൻ്റെ മരിങ്ങിൽ ആരാണ് കിടക്കണത് മുഅ്മിനീങ്ങളെ? ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലേ? കൊള്ളക്കാരും ശത്രുക്കളും കച്ചവട സംഘത്തിൻ്റെ ആളുകൾ പോലും ഉമർ ഖത്താബ് തങ്ങളെ അടുത്തിലൂടെ നടക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ആക്രമിക്കുമോ, എന്തെങ്കിലും ചെയ്തു കൂട്ടുമോ എന്നൊക്കെ പേടിച്ചിട്ട്. അതായിരുന്നു ഉമർ ഖത്താബ് തങ്ങൾ. ആ ഉമർ ഖത്താബ് തങ്ങൾ മുത്ത് റസൂലുള്ളാഹിൻ്റെ ചാരത്ത് കിടന്നുറങ്ങണമെങ്കിൽ പാസ്റ്റ് നോക്കിയിട്ട് ആരെയും വിലയിരുത്തരുത്. ദയവ് ചെയ്തിട്ട് ചെയ്തു പോയത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്താൻ അവസരം കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്. നമ്മൾ പൊതുവെ എങ്ങനെയാണ് നിങ്ങൾ ഒരാളൊരു തെറ്റ് ചെയ്തതിൽ ആ തെറ്റിൽ ഇങ്ങനെ ചവിട്ടി ഒരു നിലക്കും അദ്ദേഹത്തിന് ഇനി നന്നാവാനൊരു അവസരം കിട്ടിയാൽ പോലും ഒന്ന് നന്നാവാൻ തോന്നൂല. അങ്ങനെയാണ് ചില ആളുകളുടെ പെരുമാറ്റം. അതുകൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരും നന്നാക്കി തരട്ടെ. തെറ്റ് ചെയ്താൽ അത് തിരുത്താനുള്ളൊരു മനസ്സ് നമുക്കും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുത്തുമണിയെ, നല്ല മോനടാ, നീ ഉയരും, നീ ഉയരങ്ങളിലെത്തും. ആരെയും വേദനിപ്പിക്കാതിരിക്കുക, ആരെയും പരിഹസിക്കാതിരിക്കുക. ചില ആളുകളുണ്ട് എല്ലാവരെയും പരിഹസിച്ചിട്ട് പച്ചയിറച്ചി തിന്നത് വലിയ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് നമ്മളാരും അത്തരം കൂട്ടത്തിൽ പെടാതിരിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.